ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ച് പാലക്കാട് നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മളെ ചെർപ്പുളശ്ശേരി ഭാഗത്ത് 26-ാം മൈലിൽ ഹോട്ടൽ രുചിയോരം എന്ന് പറഞ്ഞ ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് ചിക്കൻ പൊള്ളിച്ചത്. അപ്പോൾ ആ ചിക്കൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നമുക്കത് പോയി നോക്കി വരാം അല്ലേ. ഞാൻ മനോജ് കുമാർ, വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രുചിയോരം റെസ്റ്റോറൻറ്റ് കേട്ടോ. കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ ചെർപ്പുളശ്ശേരി ഭാഗത്താണ് നമ്മുടെ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടാണ് ചിക്കൻ പൊള്ളിച്ചത്. പക്ഷേ ചിക്കൻ പൊള്ളിച്ചത് മാത്രമല്ല അവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ അടിപൊളി റെസിപ്പികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെയാണ് ചിക്കൻ പൊള്ളിച്ചതിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ വിശേഷങ്ങൾ നോക്കി നോക്കാം. കയറിയപ്പോൾ അതവിടെ സൈഡിൽ പൊറോട്ട അടിക്കുന്നു. പിന്നെയാണെങ്കിലോ മറ്റേ സൈഡിലാണെങ്കിൽ ഗ്രില്ലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ പൊള്ളിച്ചതിന് വിശേഷത്തിൽ പോയി നോക്കാം. ചിക്കൻ പൊള്ളിക്ക് നമ്മൾ ആദ്യം ചിക്കന് കഴുകി ക്ലിയർ ആക്കിയിട്ട് പുഴുങ്ങുന്നത് മഞ്ഞൾ അതേമാതിരി ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ട് പകുതി വേവിലെടുക്കും. വേവിച്ച ശേഷം നമ്മൾ ഓർഡറിനനുസരിച്ച് തവ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് പകുതി വേവിച്ച ചിക്കൻ. ഇത് നേരെ തവ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറുങ്ങനൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മരത്തിൻ്റെ കുത്തികെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തവ ഫ്രൈ ചെയ്യുന്ന പാൻ്റെ മുകളിൽ അടിച്ച് പരത്തി ഇടിച്ച് ഫ്രൈ ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇവരൊരു മസാല തരും. ഈ മസാലയാണ് ഈ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഗുഡൻസ്. പിന്നെ അത് കറക്റ്റ് ഫ്രൈ ആയിട്ട് കഴിയുമ്പോൾ അത് മറച്ചിടും. മറച്ചിടുന്ന സ്റ്റൈലുണ്ടാവും. ആ സ്റ്റൈൽ ഞാൻ എടുത്ത് അത് മറച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മസാല ഒന്നുകൂടി ചിക്കൻ്റെ മുകളിൽ ചെയ്യും. എന്നിട്ട് രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് തവ ഫ്രൈ ചെയ്ത് എടുക്കും. ഇപ്പം തന്നെ നല്ലൊരു മണം ഇവിടുന്ന് വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ പൊള്ളിച്ചതോടെ ഏകദേശം റെഡിയാണ്. നല്ലൊരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈ ഹോട്ടലിനുള്ളിൽ. നല്ല ബാമ്പുവൊക്കെ വെച്ച് തിരിച്ചിട്ടുള്ള റൂമുകളും നല്ലൊരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പൊള്ളിച്ചതും കിട്ടി സുർബിയാൻ എന്ന് കഴിച്ചത്. നമ്മൾ ബീഫ് സുർബിയാനാണ് ചിക്കൻ പൊള്ളിച്ചതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളത് മയനൈസും പിന്നെ സാലഡും പിന്നെ ചെറിയൊരു സോസേജുമാണ്. ഇപ്പം നമ്മൾ ചിക്കൻ പൊള്ളിച്ചതും പിന്നെ സുർബിയാൻ റൈസും റെഡിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മയനൈസാണുള്ളത്, പിന്നെ സലാഡും പിന്നെ സോസും ഉണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സുർബിയാൻ റൈസിൻ്റെ കൂടെ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കി വരാം. അപ്പോൾ ഇത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന മാതിരി ഒരു ചിക്കൻ പൊള്ളിച്ചതോ അല്ലെങ്കിൽ ഒരു അൽഫാം ചിക്കനോ അല്ല കേട്ടോ. നല്ല ഒരു കിഡിലൻ മസാലേൻ്റെ ടേസ്റ്റാണ് നമ്മളെ ഈ ചിക്കനുള്ളത്. നല്ല പോലെ ഈ ചിക്കൻ കണ്ടാവും, ഒരു മീഡിയം പച്ച കളർ സാധനമാണിത്. നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ തവേൻ്റെ മുകളിൽ അടിച്ച് പരത്തിയ സാധനമാണ് അല്ലേ. നമ്മൾ ലേശം ഒരു മയനൈസും കൂട്ടിയിട്ട് നേരെ നമ്മളെ വായിലേക്ക്. അപ്പോൾ നമ്മൾ ഈ വഴിയോരം റെസ്റ്റോറൻറ്റിലുള്ള ചിക്കൻ പൊള്ളിച്ചത് കഴിച്ചു കേട്ടോ. കിടിലൻ സാധനമാണ്, നല്ല സോഫ്റ്റ് സാധനമാണ്. അതിൻ്റെ കൂടെ കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നുകിൽ കുബൂസ് അല്ലെങ്കിൽ നമ്മുടെ റൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യുക. പാലക്കാട് നിന്ന് കോഴിക്കോട് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചെർപ്പുളശ്ശേരി ഭാഗത്തൊന്നും ചവിട്ടുക.
ആ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ വഴിയോരം രുചിയോരം ഹോട്ടലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചവിട്ടുക, ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.